ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് ട്രിവാൻഡ്രം വരെ പോകാൻ കേട്ടോ. വലിയ പ്ലാനിങ് ഒന്നുമില്ല, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ. അവളുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്യണം, പിന്നെ ട്രിവാൻഡ്രം ഫുള്ളൊന്ന് കറങ്ങണം. അല്ലാണ്ട് വലിയ പ്ലാനിങ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം എന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാനും വേറൊരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ പോകുന്നത്. അവൾ ഡയറക്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഊബർ പിടിച്ചാണ് വന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവളെ മീറ്റ് ചെയ്തിട്ടോ. നമ്മൾ 4 മണിയുടെ ജനശതാബ്ദിക്കാണ് പോകുന്നത്. ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയേട്ടോ. നമ്മൾ AC കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യാതിരുന്നത് വൈകിട്ടായതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് അവളെൻ്റെ അടുത്ത് AC ആണ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവളെ കൺവിൻസ് ചെയ്താണ് AC വേണ്ട, വൈകിട്ടായതുകൊണ്ട് ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കണക്കിനാണ് നമ്മളിത് ട്രിവാൻഡ്രം സെൻട്രൽ എത്തിയത്. 9 മണിയാകുമ്പോഴേക്കും നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരും ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഫസ്റ്റ് ബേബിയാണ്. അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും കൂടിയാണ് നമ്മൾ വന്നത്. കണ്ടതും അവൾ ഉറക്കിപ്പിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ മൈൻഡൊന്നും ആരും തന്നില്ല. ആളിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഇവരൊക്കെ ആരാണെന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആള് ആക്റ്റീവായിട്ട് പിന്നെ ചിരിക്കാനൊക്കെ തുടങ്ങി. ഇവിടെ ലൈറ്റ് ഇവിടെ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട്. എപ്പോഴും ലൈറ്റാ ഇവിടെ ഉത്സവ സീസണൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഫുള്ള് ലേറ്റ് ആയിക്കോട്ടോ. അതൊരു കുഞ്ഞ് അമ്പലത്തിലെ ഉത്സവമാണെങ്കിൽ പോലും ഇവര് റോഡ് ഫുള്ള് ലേറ്റ് കൊണ്ട് അലങ്കരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. അതുകൊണ്ട് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഫുള്ള് ഇങ്ങനെ ലേറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ കൊച്ചി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര കൺജസ്റ്റഡ് അല്ല കേട്ടോ ഇവിടെ. നമുക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇവിടെ. ഇവള് ബാങ്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവൾക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് അടിമാലി അതുപോലെ തന്നെ ധാരാപുരം ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി കുറേ ദിവസം നിന്ന് ഞങ്ങൾ 3 പേരും തമ്മിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവളുടെ ഫാമിലിയും കൂടി ഉണ്ട്. അതും പോലണ്ട് ഒരു കുഞ്ഞി ബേബിയും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ഞങ്ങൾക്ക് ആ മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ ഫ്ലാറ്റിൽ എത്തി കേട്ടോ. നേരെ പോയി ഫുഡ് കഴിച്ച് ഫ്രഷായി കിടന്നുറങ്ങിയായിരുന്നു. വർത്താനൊക്കെ പറഞ്ഞിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിലൊക്കെ വന്നുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾ ടയേർഡായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. ബേബിനെ ഞങ്ങൾ എടുത്തില്ല, കാരണം അവിടെ തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബേബിനെ നമ്മൾ കിടത്തി ഉറക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇറങ്ങിയത്. ഞാനും മീനും ട്വിങ്ങിങ് ആയിട്ട് സാരിയൊക്കെ കൊടുത്തായിരുന്നു. അവളുടെ അടുത്തും ഞങ്ങൾ സെയിം സാരി വാങ്ങാൻ പറഞ്ഞതായിരുന്നു. പിന്നെ അവൾക്ക് സാരിയോട് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ചുരിദാറാണ് ഇട്ടത്. നമ്മൾ സ്പെഷ്യൽ പാസ് എടുത്തായിരുന്നു കേട്ടോ. കാരണം ആദ്യം നമ്മൾ സാധാ ക്യൂ കൂടെ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ വന്ന് സ്പെഷ്യൽ പാസ് എടുത്തു. കാരണം ബേബി എഴുന്നേക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തേണ്ടതായിരുന്നു. 500 രൂപയാണ് സ്പെഷ്യൽ പാസ് ഒരാൾക്ക് വരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ കയറി തൊഴാൻ പറ്റും. അതുപോലെ തന്നെ അവർ വേഗം പോകുമെന്നും പറഞ്ഞ് ഓടിക്കില്ല. നമുക്ക് നടയുടെ ഫ്രണ്ടിൽ നിന്ന് ഭഗവാന് നമുക്ക് എത്ര ടൈം വേണോ അത്രയും ടൈം എടുത്ത് തൊഴാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ പത്മനാഭസ്വാമി കയറി തൊഴുത് പ്രാർത്ഥിച്ച് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ചായയും അതുപോലെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകിട്ടായിപ്പിക്കും നമ്മൾ അവരുടെ സ്വിമ്മിങ് പൂളിലേക്ക് പോകുന്നു കേട്ടോ. മെയിനായിട്ട് ഞാനും മീനും ഈ സ്വിമ്മിങ് പൂളിൽ വന്ന് നീന്തൽ പഠിക്കാനായിരുന്നു ഞങ്ങളുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ ആ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തി പഠിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഫാമിലി ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ആ ഒരു ടൈം തരും. ആ ഒരു ടൈമിൽ വേറൊരു ഫാമിലിയും ആ സ്വിമ്മിംഗ് പൂളിലേക്ക് വരില്ല. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഫാമിലി ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കിടന്ന് ആർമാദിക്കുകയായിരുന്നു. ശരിക്കും അവിടെ നിന്ന് കയറിപ്പോരാനായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ കയറിപ്പോന്നൊക്കെ പറയും. പക്ഷെ ഞാനും മീനും ഇല്ല, ഞങ്ങൾ ഇവിടെ കിടന്ന് നീന്തൽ പഠിക്കട്ടെ എന്നും പറഞ്ഞ് രാത്രി ആവുന്നവരെ നമ്മൾ അവിടെ കിടന്ന് നീന്തി പഠിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫാമിലീസും അങ്ങനെ സ്വിമ്മിംഗ് പൂള് വന്ന് എക്സ്പ്ലോർ ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ടൈം കിട്ടിയായിരുന്നു കേട്ടോ അവിടെ കിടന്ന് നീന്തി കളിക്കാനായിട്ട്. നൈറ്റ് ആയപ്പോഴേക്കും ഫുള്ള് ലൈറ്റൊക്കെ വന്ന് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ മുകളിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ സാഹസങ്ങളൊക്കെ കഴിഞ്ഞായിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു മൊമോയുടെ സ്പോട്ട് വരുന്നുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ മൊമോ കഴിച്ചിട്ടോ. ഒരു ചീസി മൊമോയും ഫ്രൈഡ് മൊമോയും അവിൽ മിൽക്കുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഈ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തി എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് ഐറ്റംസ് എല്ലാത്തിനും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടാണ് ഇവിടെ എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മൊമോസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നൈറ്റ് വാക്ക് നടക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ബേബിനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റൂമിൽ പോയി കൊച്ചിനെയും റെഡി ആക്കിയിട്ടാണ് നമ്മൾ ദേ നടക്കാനായിട്ട് ഇറങ്ങുന്നത്. ബൈ നമ്മുടെ കുഞ്ഞുവാവിടെ പേര് പറഞ്ഞില്ലല്ലോ, വൈകാന്നാണ് പേര്. വൈകു എന്ന് വിളിക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ നടക്കാനൊക്കെ പോകാനായിട്ട്, കാഴ്ചകളൊക്കെ കാണാമല്ലോ. ലൈറ്റൊക്കെ കാണുമ്പോഴേക്കും അതിലേട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. ആള് ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു. ഒരു കരച്ചിലോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ള ബേബിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരുടെ അടുത്തും പൊക്കോളും, അങ്ങനെ പോകാതെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല. അമ്മ വേണം അച്ഛൻ വേണം അങ്ങനത്തെ ഒരു ശല്യമില്ല കേട്ടോ. ആള് ഫുള്ള് എൻജോയ് ചെയ്താണ് നടന്നത്. എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ അടി. എനിക്ക് എടുക്കണം, മീനൂന് എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയായിരുന്നു. പിന്നെ കുറച്ചേരം ഞങ്ങളിങ്ങനെ മാറി മാറി എടുത്തട്ടോ. നമ്മൾ കോസ്റ്റാ കോഫിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു, അതാ പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്നത്. പിന്നെ ഒരു നൈറ്റ് വാക്കും ആവുമല്ലോ എന്നും പറഞ്ഞാണ് കേട്ടോ നടന്ന് അങ്ങ് ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോസ്റ്റാ കോഫിയിൽ പോകുന്നത്. എറണാകുളം ലുലുമാളൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ പോയിട്ട് ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ അവിടെ. കോസ്റ്റാ കോഫിയിലെത്തി നമ്മൾ ഓർഡർ ചെയ്തിട്ട് നേരെ മുകളിൽ വന്നിരുന്നു കേട്ടോ. അവിടെ താഴത്തും മുകളിലും ഇരിക്കാനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട്. നമ്മൾ നേരെ മുകളിലേക്കാണ് വന്നത്. കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പതിയെ വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ. നമ്മൾ 4 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം 4 നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഭയങ്കര കാമായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് വന്ന് കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് വർത്തനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള സ്പേസ് ആണ്. പിന്നെ വൈകു നമ്മളവിടെ ഇരുത്തുന്നുണ്ടായിരുന്നില്ല. വൈകു ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം. ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്നൊക്കെ കുടിക്കണ കാണുമ്പോൾ അവൾക്കും അത് വേണം എന്നുള്ളൊരു ആഗ്രഹം വരുമല്ലോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വലിയ കരച്ചിലോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ വൈകും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടേക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പതിയെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ കോസ്റ്റാ കോഫിയുടെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ പോൾസ് ക്രീമർ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി കയറണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വൈകുവിൻ്റെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു കേട്ടോ. ഉറക്കം വരണുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോകണമെങ്കിലും കൊച്ചിൻ്റെ മൂഡും കൂടി നോക്കണമല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു വേണ്ട, നെക്സ്റ്റ് ഡേ വരാമെന്നും പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഫ്ലൈറ്റിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.